ഇപ്പോൾ പൊതുഗതാഗത വിദഗ്ധനായ ഡിജോ കാപ്പൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, വലിയ രീതിയിലുള്ള റോഡ് അപകടങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും മരണക്കണക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേരള പോലീസിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തുന്നത്. നമുക്ക് 2016 മുതലുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ എന്ന് പറയുന്നത് 4000-നും 5000-നും ഇടയിലാണ്. ഇപ്പോൾ ഈ 2024 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 4134 ജീവനുകൾ പൊതുനിരത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഭയപ്പെടുത്തുന്ന കണക്കുകളാണ്. എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത്? അതായത് കേരളത്തിലെ റോഡ് അപകടങ്ങളെ കുറിച്ച് നോക്കിയാൽ അതിനകത്ത് നിയമങ്ങൾ അനുസരിക്കാത്തതുണ്ട്, വാഹനങ്ങളുടെ പെരുപ്പം, റോഡുകളുടെ അപര്യാപ്തത, മദ്യം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ്, 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഇടതുവശത്തൂടെയുള്ള ഓവർടേക്കിങ്ങൾ, രാത്രികാലങ്ങളിൽ ഡിം ലൈറ്റ് അടിക്കാത്തത് കൊണ്ട് 2 വീലറുകാരൊക്കെ വളരെയധികം അപകടത്തിൽപ്പെടുന്നുണ്ട്. പിന്നെ ഓടിക്കുന്ന വണ്ടി ഡ്രൈവർ മുൻപിലുള്ള വാഹനത്തിൽ നിന്നുള്ള കൃത്യമായ അകലം പാലിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഈ ഫുട്പാത്ത് കച്ചവടം, ഈ ട്രാഫിക് ബ്ലോക്കിൽ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാനായിട്ടുള്ള പിന്നീടുള്ള ഒരു എപ്രാളം മരണപ്പാച്ചിൽ, ഇതൊക്കെയാണ് പ്രധാനമായും നമ്മളൊരു കേരളത്തിലെ അപകടങ്ങളെ കുറിച്ച് നോക്കിയാൽ നമുക്കുണ്ടാകുന്ന വേദന. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 18-20 വയസ്സുള്ള അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനയാണ്. അതിനു പുറകെ അതിലും പ്രായം കുറഞ്ഞ 15 വയസ്സോ 13 വയസ്സുള്ള പിള്ളേർ മരിച്ചപ്പം കുറച്ചുകൂടി ഒരു ദുഃഖം. അപ്പൊ ആദ്യത്തേത് നമ്മൾ മറന്നു തുടങ്ങി. അന്നേരം ഇന്ന് രാവിലെ ഹണിമൂൺ ആഘോഷിച്ചിട്ട് വന്ന 2 യുവമിഥുനങ്ങളും അവരുടെ മാതാപിതാക്കളും മരിക്കുന്നു. അപ്പൊ എന്നും ഇങ്ങനെ ദുഃഖകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എയർപോർട്ടുകളിലൊക്കെ വരുന്ന ആളുകളെ ഞാൻ പലരോടും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഈ വീടുകളിൽ നിന്ന് പോവുക, അല്ലെ കൊണ്ടയാക്കാൻ പോവുക, അസമയത്ത് ഓടിക്കുക, പരിചയമില്ലാത്ത ആളുകൾ അസമയത്ത് 2 മണി 3 മണി സമയത്ത് ഓടിക്കുക. അതിനൊക്കെ ഇന്ന് സത്യത്തിൽ വലിയ വ്യത്യാസമില്ല. എയർപോർട്ടുകളിലെല്ലാം ടാക്സികളുണ്ട്. ആ ടാക്സിയിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഈ ഉറക്കളച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോകും. അങ്ങനത്തേതൊക്കെ കുറേ. ഇപ്പം 7 കിലോമീറ്ററുടെ കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തേണ്ട തിരുവനന്തപുരം മുതൽ പാലായില ഒരു ചേർപ്പങ്കൽ 2 വർഷം മുമ്പ് എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ചേർപ്പങ്കൽ പാലം അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പേ ആറ്റിലോട്ട് വണ്ടി പോയി. അത് കഴിഞ്ഞാൽ ഒരു 500 മീറ്ററോടെ അവരുടെ വീട്ടിലോട്ടുണ്ടായിരുന്നുള്ളൂ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പം ഞാൻ ായല്ലോ കണ്ണൊന്ന് ചിമ്മിയാലും കുഴപ്പമില്ല, എനിക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിൽ വണ്ടി എടുക്കുക, വണ്ടി അപകടത്തിൽപ്പെടുക. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് ഒത്തിരി അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. റോഡ് കണ്ടീഷൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും KSRTC ഒക്കെ ചെയ്യുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്ലാസ് സർവീസുകൾ, അതായത് എക്സ്പ്രസ് വണ്ടികളൊക്കെ 3 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഓർഡിനറി ആയിട്ട് ഓടിക്കുമായിരുന്നു. ഇപ്പം കേരളത്തിൽ ഓടുന്ന സൂപ്പർ ക്ലാസ് സർവീസുകൾ എല്ലാം തന്നെ 10-12 കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ്. അതെല്ലാം ഓടി അലഞ്ഞു, പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല. ആ ഡ്രൈവർമാർ രാവിലെ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ നേർച്ചയിടുന്നതിന്റെ ഒരു ബലത്തിലാണ് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. അതിനുള്ള കണ്ടീഷനേ വണ്ടിക്കുള്ളൂ. അപ്പൊ ഒരു പക്ഷേ വാഹനങ്ങൾ വളരെ അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞ വാഹനങ്ങൾ, അതുപോലെ റോഡും വളരെ മോശം. പിന്നെ റോഡുകൾ എന്ന് പറയുന്നത് തന്നെ പലയിടത്തും റോഡിന്റെ വളവുകൾ, ആ വളവുകളുടെ നിർമ്മാണം, ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബംഗാളികളാണ് റോഡ് പണിയുടെ സൂപ്പർവൈസർമാർ പോലും. അവിടെ സത്യത്തിൽ അത് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ അവിടെ വേണം. അവർക്ക് തോന്നുന്ന പോലെ അവർ ഇത് ചെയ്യുന്നു. ആളുകളെ ടാറിങ്ങിന്റെ സമയത്ത് പ്രോപ്പറായിട്ട് ആ പ്രോപ്പർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ചൂടിൽ വേണം ഈ മെറ്റൽ കൊണ്ടുവന്ന് അവിടെ വിരിക്കാൻ. അപ്പം അവിടെ ഇത് മെറ്റല് പ്രോസസ്സ് ചെയ്യുമ്പോൾ പുകയുണ്ടാകും എന്നും പറഞ്ഞ് നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയാൽ കോൺട്രാക്ടറുടെ ഗോഡൌണ് അവിടുന്ന് 10-40 കിലോമീറ്റർ അകലെയാണ് അവിടുന്ന് കൊണ്ടുവരും. അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ലേ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ഊഷ്മാവ് മാറിപ്പോവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. റോഡിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതൃത്വവും ചെയ്യാത്ത പോലെ ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഇടത് വലത് BJP അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറാൻ നിൽക്കും. പക്ഷേ റോഡിന് വീതി വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് അഖിലകക്ഷി നിവേദക സംഘം പോയി പറഞ്ഞ ഒരു സംസ്ഥാനത്താണ് ഈ അപകടം. അപ്പൊ ഈ നേതാക്കന്മാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതായത് 1975 1,19,000 വാഹനം ഉണ്ടായിരുന്നപ്പോഴത്തേനും കൃത്യമായി പറഞ്ഞാൽ 14,980 PWD റോഡേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കിലോമീറ്റർ. ഇന്ന് നമുക്ക് 1,60,00,000 വാഹനങ്ങളായപ്പോഴേക്കും നമുക്ക് 50,000 താഴെ റോഡുള്ളൂ.
അപ്പൊ 50,000 കിലോമീറ്റർ റോഡിൽ ഓടാനുള്ള വണ്ടിയല്ല കേരളത്തിലുള്ളത്. ഇപ്പം ജപ്പാനിലൊക്കെ ആണെങ്കിൽ അവിടെ വാഹനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്കറിയാം ഭൂമി വളരെ കുറവാണ്. അതുകൊണ്ട് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവൻ കാർ പോർച്ച് ഉള്ളവനെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങാനും അങ്ങനെ വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ബഹളം? പാവപ്പെട്ടവന് ജീവിക്കണ്ടേ, വീടുള്ളവന് മതിയോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഇന്ന് വാഹനങ്ങളുടെ അമിതമായ പെരുപ്പം, അതിന്റെ കാരണവും കേരളത്തിൽ പൊതുഗതാഗത രംഗം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. കേരളത്തിൽ ഇത്രയും വാഹനങ്ങൾ കൂടാൻ കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല സ്വകാര്യ വാഹനങ്ങളെക്കാൾ കൂടിയ അല്ലെങ്കിൽ പൊതുവാഹനങ്ങളിലെ യാത്രാ ചെലവ്. അപ്പൊ അതുകൊണ്ട് ആളുകളെല്ലാം ചെലവ് കുറയ്ക്കാൻ വേണ്ടി 2 വീലറുകൾ എടുത്തു. ഇവിടെ കേരളത്തിലെ ഈ 1,60,00,000 1 കോടിക്ക് മുകളിലും 2 വീലറുകളാണ്. ഈ 2 വീലറുകളെല്ലാം നമുക്ക് വൈകുന്നേരങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മണി 4:30 കഴിഞ്ഞാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഫുട്പാത്തിൽ കൂടെയാണ് കയറി വരുന്നത്. എന്നാൽ ട്രാഫിക് ബ്ലോക്ക് ആകുമ്പോൾ ഫുട്പാത്തിൽ നിൽക്കുന്നവരെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഇവർ വിട്ടുപോവുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസ്കാരമില്ലാത്ത ഒരു ഡ്രൈവിംഗ് ഇതിനകത്ത് വലിയൊരു. തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞതുപോലെ അമിതമായ വാഹന പെരുപ്പം, എങ്ങനെയാണ് ഇത് കൃത്യമായി ഉപയോഗിക്കേണ്ടത്, ട്രാക്ക് സിസ്റ്റം, ഇതിലൊക്കെയുള്ള അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ ഡിജോ കാപ്പൻ, ഈ അപകടങ്ങളൊക്കെ നടന്നിടത്ത് പ്രദേശവാസികൾ ആദ്യം മുതൽക്കേ പറയുന്നുണ്ട് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്, അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടതാണ് എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പാലക്കാട് പനയന്തോടായാലും ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട കോന്നി കൂടൽ മേഖലയിലായാലും ഒക്കെ നിരന്തരം അപകട മേഖലയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ അല്പം കൂടി ഒരു ശ്രദ്ധ അധികൃതർ വച്ചു പുലർത്തേണ്ടതല്ലേ? അല്ലാതെ ഇത് വാഹനം ഓടിക്കുന്നവരുടെ മാത്രം ഒരു കർത്തവ്യമായി നമുക്കങ്ങ് വിലയിരുത്താൻ കഴിയുമോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ തദ്ദേശവാസികൾ പറഞ്ഞതിനോട് എനിക്ക് കുറെ കാര്യത്തിൽ യോജിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, അവിടെ PWD ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവര് 50 മീറ്ററിന് മുമ്പ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവിടെ ബോർഡ് വെക്കണമെന്നാണ് നിയമം. ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇത്ര അപകടം ഉണ്ടായിട്ട് ഈ അപകടം ഉണ്ടായി കഴിയുമ്പോൾ വന്ന് വഴക്കുണ്ടാക്കുന്ന ആളുകൾക്ക് അവരുടെ വേണ്ട ചെലവിൽ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരസ്യം വെക്കാതെ അവരൊരു ബോർഡ് വെക്കാമല്ലോ, ഇങ്ങനെ വളവുണ്ട്. പിന്നെ ഉപേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ വളവിന് ഫോൺ കൈപ്പിടിച്ചുകൊണ്ട് വന്ന് ലോറി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് ആ റോഡിന്റെ പ്രശ്നം പോലെ തന്നെ. അങ്ങനെയാണ് ആ ദിവസം എത്രയോ വാഹനങ്ങൾ അതിലെ കടന്നുപോയി. അല്ല, ഇപ്പോൾ നമുക്ക് ഈ പത്തനംതിട്ട കൂടലിൽ ഈ മാസം നമ്മുടെ പ്രതിനിധി തന്നെ നൽകിയ കണക്കാണ്. ഈ ഒരൊറ്റ മാസത്തെ കണക്കെടുത്താൽ 16 റോഡ് അപകടങ്ങളാണ് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് നടന്നത്. അതായത് ഒരു മാസത്തിൽ ഓരോ ദിവസം ഇടവിട്ട് അവിടെ ആക്സിഡൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് മൂവാറ്റുപുഴയിൽ നിന്ന് പുനലൂർക്കുള്ള റോഡ്, ആ റോഡ് ഡിസൈൻ ചെയ്ത് 50 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ ഓടാൻ, അതായത് വാഹനങ്ങളുടെ വളവുകൾ, ആ വളവുകളിൽ 50 കിലോമീറ്ററിന് പകരം 70-80 കിലോമീറ്റർ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി മറിഞ്ഞിരിക്കും. അപ്പം അതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ വലതുവശത്തേക്കാണ് വളവെങ്കിൽ ഇടതുവശം പൊക്കിക്കൊടുക്കണം. റോഡ് അലൈൻമെന്റ്, റോഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. അത് ചെയ്യാതെ ആണ് പലയിടത്തും. ഇവിടെ റോഡ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് ബംഗാളിയാ. അതാണ് ഇതിന്റെ കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് റോഡ് ടാറിങ്ങിന്റെ സമയത്ത് നമുക്കുണ്ടാവുന്നില്ല. അവിടെ വരുന്ന പാളിച്ചകൾ തൊട്ട് വിലയിരുത്തേണ്ടത്.